ഇതുവരെ ഗൂഗിൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഒരു പേജാണ് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോഴത്തെ സെർച്ചിൽ AI സെർച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് ആൻസേഴ്സാണ് വേണ്ടത്. അത് വളരെ ക്രിസ്പായിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ടുപേരും ത്രെറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രാൻഡുകൾ ഒരു ത്രെറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഗൂഗിള് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻസും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നവർ. കാരണം എന്ന് വെച്ചാൽ ട്രാഫിക് ഡൈവേഴ്സ് ആയിട്ട് പോകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം 1% പോയാൽ പോലും ബില്യൺസ് ഓഫ് ഈ പറഞ്ഞ പോലെ നഷ്ടങ്ങളാണ് വരിക. റവന്യൂ കുറയും. പക്ഷെ അതിനെ മറികടക്കാനായിട്ട് അവരെല്ലാ സംഭവങ്ങളും ചെയ്യും. പക്ഷെ നമ്മളും അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യേണ്ടി വരും. കാരണം യൂസർ ജേർണി വേറെ രീതിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യണം. നമ്മുടെ കണ്ടന്റ് സ്ട്രാറ്റജീസ് എല്ലാം മാറ്റേണ്ടി വരും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ChatGPT നമ്മൾ ചോദിക്കുന്നത് നമ്മൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും പറയാണ്. എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ വേണം, അതിൽ തന്നെ എനിക്ക് സൺസെറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫോട്ടോ അത് തന്നെ 50,000-ൽ കുറവായിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം ഈ കോണ്ടെക്സ്റ്റുകളെല്ലാം മാച്ച് ചെയ്യുന്ന ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് തരിക, ഈ കുറേ പേജുകളല്ല തരിക. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഒപ്റ്റിമൈസേഷൻ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഓപ്പർച്യൂണിറ്റിയാണ് അത്. കാരണം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പല സ്ഥലത്ത് നമുക്ക് ട്രാഫിക് കിട്ടും. പണ്ട് ഗൂഗിളിൽ നിന്ന് മാത്രം ട്രാഫിക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ക്ലൗഡ് അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി, ChatGPT ഇവിടെ നിന്നെല്ലാം നമുക്ക് ട്രാഫിക് കിട്ടും. പക്ഷെ ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും.